സ്വാഗതം. എന്താണ് ഡിജിറ്റൽ രൂപ അഥവാ ഇ റുപ്പി? രാജ്യത്ത് ഡിജിറ്റൽ രൂപ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി അഥവാ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC ഡിസംബർ 1 മുതൽ നിലവിൽ വന്നു. 2022-23 സാമ്പത്തിക വർഷ കേന്ദ്ര ബഡ്ജറ്റിലാണ് ഇത് പ്രഖ്യാപിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് CBDC പുറത്തിറക്കുക. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ പിന്തുണയുള്ളതാണ് CBDC. ഡിജിറ്റൽ രൂപത്തിൽ ഒരു കേന്ദ്ര ബാങ്ക് നൽകുന്ന നിയമപരമായ ടെൻഡർ കറൻസിയാണ് CBDC. ഇത് പേപ്പർ ഇറക്കുന്ന ഒരു കറൻസിക്ക് സമാനമാണ്. മറ്റേതെങ്കിലും സമാന കറൻസിയുമായി ഇത് പരസ്പരം മാറ്റാവുന്നതാണ്. ഉപയോക്താക്കൾക്ക് ഡിജിറ്റലിൻ്റെ സൗകര്യത്തിനൊപ്പം സുരക്ഷയും പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനത്തിൻ്റെ നിയന്ത്രിതമായതും കരുതലോടുകൂടിയുള്ളതുമായ വിനിമയ മാർഗവും നൽകുക എന്നതാണ് ഡിജിറ്റൽ കറൻസിയുടെ ലക്ഷ്യം. ബിറ്റ്കോയിൻ, ഈതർ തുടങ്ങിയ സ്വകാര്യ ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം, നികുതി വെട്ടിപ്പ് തുടങ്ങിയവ നടക്കുന്നുവെന്ന് നമുക്കറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ഡിജിറ്റൽ രൂപ ഇടപാട് നിലവിലെ ഡിജിറ്റൽ പേയ്മെൻറ്റ് അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കറൻസി നോട്ട് കൈമാറുന്നത് പോലെ അത് തൽക്ഷണം കൈമാറാൻ സാധിക്കും. ആദ്യം മൊത്ത ഇടപാടിനുള്ള കറൻസിയാണ് ഡിജിറ്റൽ രൂപ പുറത്തിറക്കുന്നത്. കടപ്പത്രങ്ങളുടെയും ഓഹരികളുടെയും ഇടപാട് നടക്കുന്ന ദ്വിതീയ വിപണിയിലാണ് ഇവ ഉപയോഗിക്കുക. തുടർന്ന് ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവർ തമ്മിലുള്ള ഇടപാടുകൾക്ക് പ്രയോജനപ്പെടുത്തും. രാജ്യാന്തര തലത്തിലും ഘട്ടം ഘട്ടമായി ഡിജിറ്റൽ കറൻസി ഇടപാടുകൾ സാധ്യമാക്കുകയാണ് ലക്ഷ്യം. പെട്ടെന്ന് തന്നെ റീറ്റെയിൽ ഇടപാടും അനുവദിക്കാനാണ് പദ്ധതി. വികേന്ദ്രീകൃതമായ ഡിജിറ്റൽ ആസ്തിയാണ് ക്രിപ്റ്റോ കറൻസി. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള വിനിമയ മാധ്യമമാണിത്. അതായത് ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള കേന്ദ്രീകൃത നിയന്ത്രണത്തിലല്ലാതെയുള്ള പ്രവർത്തനമാണ് ക്രിപ്റ്റോയുടേത്. രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ അംഗീകരിക്കാൻ മടിച്ചതും ഇടപാടുകൾ വിവാദമായതും അതുകൊണ്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ഡിജിറ്റൽ കറൻസിക്ക് അച്ചടിക്കുന്ന രൂപയ്ക്കുള്ളതുപോലെ നിയമസാധുത ലഭിക്കുന്നതാണ്. സർക്കാർ പിന്തുണയോടെയുള്ള ആന്തരിക മൂല്യമുള്ള കറൻസി നോട്ട് കൈവശം സൂക്ഷിക്കുന്നതിന് തുല്യമായിരിക്കും ഡിജിറ്റൽ കറൻസിയും. കമ്പ്യൂട്ടർ ശൃംഖലകൾ ഉപയോഗിച്ചുള്ള ഖനനത്തിലൂടെയാണ് ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ രൂപപ്പെടുത്തുന്നത്. ഡിജിറ്റൽ കറൻസി ആകട്ടെ റിസർവ് ബാങ്കാണ് പുറത്തിറക്കുക. അച്ചടിക്കാനും സൂക്ഷിക്കാനുമുള്ള ചെലവ് ഇല്ലെന്നത് ഇതിൻ്റെ പ്രാഥമിക നേട്ടമായി പറയാം. അതുകൊണ്ട് തന്നെ ഇടപാടിനുള്ള ചെലവ് കാര്യമായി കുറയുന്നതാണ്. കീറുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യില്ലെന്നതാണ് മറ്റൊരു സവിശേഷത. പോക്കറ്റടിച്ച് പോകുകയുമില്ല. നോട്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ എല്ലാ കാലത്തും പോറലേൽക്കാതെ നിലനിൽക്കുവാൻ വെർച്വൽ കറൻസിക്ക് കഴിയുകയും ചെയ്യും. സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിയമപരിരക്ഷയോടെയാകും എല്ലാ ഇടപാടുകളും നടക്കുക. ആഭ്യന്തര ഇടപാടുകൾ, രാജ്യത്തിന് പുറത്തേക്കുള്ള കൈമാറ്റം എന്നിവയിലെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കും. കള്ളപ്പണമിടപാടുകൾ ഇല്ലാതാകും. രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവിയിലെ വികസനത്തിനും ഡിജിറ്റൽ കറൻസികൾ മികച്ച അന്തരീക്ഷമൊരുക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഡിജിറ്റൽ ടോക്കണിൻ്റെ രൂപത്തിലായിരിക്കും ഡിജിറ്റൽ രൂപ. നിലവിൽ കറൻസിയും നാണയങ്ങളും വിതരണം ചെയ്യുന്ന അതേ മൂല്യത്തിൽ തന്നെയാകും ഡിജിറ്റൽ രൂപ എത്തുക. രാജ്യത്തെ തിരഞ്ഞെടുത്ത ബാങ്കുകൾ വഴിയാകും
ഇത് വിതരണം ചെയ്യുക. ഡിജിറ്റൽ കറൻസിയുടെ സാധ്യത പഠിക്കാൻ 2020 ഒരു ഗ്രൂപ്പിനെ RBI നിയമിച്ചിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡിജിറ്റൽ രൂപയായിരിക്കും പുറത്തിറക്കുക. പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ശേഷം മാത്രമായിരിക്കും അന്തിമ രൂപം നിശ്ചയിക്കുക. ഇന്ത്യക്ക് പുറമെ ബഹമാസ്, ജമൈക്ക, നൈജീരിയ, റഷ്യ, സ്വീഡൻ, ചൈന, അമേരിക്ക എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ ഡിജിറ്റൽ കറൻസി ഉപയോഗത്തിലുണ്ട്. കറൻസിയുടെ ഇലക്ട്രോണിക് പതിപ്പാണ് ഡിജിറ്റൽ റുപ്പി. ബാങ്ക് നൽകുന്ന ഡിജിറ്റൽ വാലറ്റ് വഴിയാണ് ഡിജിറ്റൽ രൂപ ഉപയോഗിച്ചുള്ള പണമിടപാട് നടത്തുന്നത്. വ്യക്തികൾ തമ്മിലും വ്യക്തിയും കടയുടമയും തമ്മിലും മറ്റ് പണമിടപാട് നടത്താൻ ഡിജിറ്റൽ രൂപ ഉപയോഗിക്കാം. കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് വഴി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപ വഴി പണമിടപാട് നടത്താവുന്നതാണ്. കടകളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് വഴി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപ വഴി പണമിടപാട് നടത്താവുന്നതാണ്. ഡിജിറ്റൽ രൂപ നാം സാധാരണ പണം ഉപയോഗിക്കുന്നത് പോലെ നിക്ഷേപം നടത്താനും മറ്റും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ടിൽ പണം കിടക്കുമ്പോൾ പലിശ ലഭിക്കുന്നത് പോലെ ബാങ്ക് വാലറ്റിൽ ഡിജിറ്റൽ രൂപ കിടന്നാൽ പലിശ ലഭിക്കില്ല. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ രൂപ 4 ബാങ്കുകൾക്കാണ് ആദ്യ ഘട്ടത്തിൽ പുറത്തിറക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. SBI, ICICI, യെസ് ബാങ്ക്, IDFC. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, കൊടാക് മഹീന്ദ്ര ബാങ്ക് എന്നിവയും പദ്ധതിയിൽ പങ്കാളികളാകുന്നതാണ്. മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ, ഭുവനേശ്വർ എന്നീ നഗരങ്ങളിൽ മാത്രമേ ഡിജിറ്റൽ രൂപ ആദ്യഘട്ടത്തിൽ ലഭ്യമാകുകയുള്ളൂ. രണ്ടാം ഘട്ടത്തിലാണ് കേരളം പദ്ധതിയിൽ ഉൾപ്പെടുക. രണ്ടാം ഘട്ടത്തിൽ അഹമ്മദാബാദ്, ഗാംഗ്ടോക്ക്, ഗുവാഹട്ടി, ഹൈദരാബാദ്, കൊച്ചി, ഇൻഡോർ, ലക്നൗ, പാട്ന, ഷിംല എന്നിവിടങ്ങളിലും ലഭ്യമാകുന്നതാണ്. ഇപ്പോഴുള്ള കറൻസി നോട്ടുകൾക്ക് പകരമാവില്ല ഈ റുപ്പി. ഇതിന് ഇന്നുള്ള കറൻസി നോട്ടുകളുടെ സ്വഭാവം തന്നെയായിരിക്കും. പക്ഷേ ഡിജിറ്റൽ രൂപത്തിൽ ആകുന്നതുകൊണ്ട് ധനകാര്യ ഇടപാടുകൾ കൂടുതൽ സുഗമവും വേഗമുള്ളതുമാകും. നോട്ടടിക്കാൻ ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി പേപ്പർ RBIക്ക് സമ്പദ്ഘടനയ്ക്ക് ലാഭിക്കുവാനും കഴിയും. ഈ രൂപ നിലവിലുള്ള പേപ്പർ കറൻസിയോട് എല്ലാ തരത്തിലും സാദൃശ്യമുള്ള ഡിജിറ്റൽ കറൻസി ആയിരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും തമ്മിലുള്ള വ്യത്യാസം പോലെ. ഡിജിറ്റൽ കറൻസി ആയതുകൊണ്ട് മൂല്യം സംരക്ഷിക്കാനുള്ള തനതായ കോഡോ മറ്റു മാർഗരേഖകളോ കൂടി ഉണ്ടാവുന്നതാണ്. കള്ളനോട്ട് പോലെ ഡിജിറ്റൽ ലോകത്തും വ്യാജന്മാർ എത്താതിരിക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടാകും. കറൻസി ഇറക്കുവാനുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് RBI തന്നെയായിരിക്കും ഈ രൂപയുടെയും ഉപജ്ഞാതാക്കൾ. അതുകൊണ്ട് തന്നെ ഒരു കറൻസിക്ക് വേണ്ടുന്ന 3 സ്വഭാവങ്ങളും ഇതിനുണ്ടാകും. ധനകാര്യ വിനിമയത്തിനുള്ള ഉപാധി, ഇടപാടുകൾക്കുള്ള കണക്കിന് ആധാരം, നിർണയിക്കപ്പെട്ട മൂല്യത്തിൻ്റെ കലവറ. പേപ്പർ കറൻസി ഇറക്കുമ്പോൾ അത് റിസർവ് ബാങ്കിൻ്റെ ബാധ്യതയും അല്ലെങ്കിൽ ലയബിലിറ്റി, കൈവശമുള്ള ആളിൻ്റെ സ്ഥാപനത്തിൻ്റെ ആസ്തിയും അസറ്റ് ആവുന്നു. അത് തന്നെയാകും ഈ ഡിജിറ്റൽ കറൻസിയും. ഇപ്പോഴത്തെ ആശയമനുസരിച്ച് 2 തരം ഡിജിറ്റൽ കറൻസികളാകാം ഇന്ത്യയിൽ വരിക. മൊത്ത കച്ചവടക്കാർക്കായുള്ള ഈ രൂപയും ഹോൾസെയിൽ, സാധാരണ ഇടപാടുകൾക്കുള്ള ഈ രൂപ റീറ്റെയിൽ. ആദ്യത്തേത് ബാങ്കുകൾ തമ്മിലുള്ള ഇടപാടുകൾക്കും ബാങ്കുകളും റിസർവ് ബാങ്കും തമ്മിലുള്ള വിനിമയത്തിനും സർക്കാർ കടപ്പത്രങ്ങൾക്ക് ബാങ്കുകൾ നൽകേണ്ട കാശിന് പകരവും
ഒക്കെയാകും ഉപയോഗിക്കുവാൻ സാധ്യത. രണ്ടാമത്തെ വിഭാഗം സാധാരണ വിപണിയിലോ വ്യക്തികൾ തമ്മിലോ ഉള്ള ഇടപാടുകൾക്ക് വേണ്ടിയാകാം. ഈ രൂപ റീട്ടെയിൽ എന്ന കറൻസി ഇപ്പോൾ നാം ഉപയോഗിക്കുന്ന കാശിൻ്റെ ഒരു ഇലക്ട്രോണിക് രൂപമാകും. കേന്ദ്ര ബാങ്കുകളുടെ ഡിജിറ്റൽ കറൻസികൾ ഒന്നുകിൽ ഒരു ടോക്കണിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ അവയെല്ലാം കൂടി സ്വരൂപിക്കുന്ന ഒരു അക്കൗണ്ട് മുഖേനയോ നിയന്ത്രിക്കാം. ഓരോ ഡിജിറ്റൽ ഈ രൂപ കറൻസിക്കും ഇപ്പോഴുള്ള പേപ്പർ കറൻസിയുടെ നമ്പർ പോലെ ഒരു ഇലക്ട്രോണിക് ടോക്കൺ ഉണ്ടാകാം. അത് ആരുടെ കൈവശമാണോ ഉള്ളത് അവർക്കായിരിക്കും അതിൻ്റെ ഉടമസ്ഥാവകാശം. ടോക്കൺ എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് സോഫ്റ്റ്വെയറിലൂടെ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന സുരക്ഷാ സംവിധാനത്തെയാണ്. അക്കൗണ്ട് വഴിയാണ് ഇവ നിയന്ത്രിക്കുന്നതെങ്കിൽ ഒരു ബാങ്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മധ്യസ്ഥ സ്ഥാപനമോ വേണ്ടിവരും. ഇതിൽ ഏതായിരിക്കും റിസർവ് ബാങ്ക് അന്തിമമായി തീരുമാനിക്കുക എന്നത് പറയാറായിട്ടില്ല. ഒരു രാജ്യത്തിൻ്റെയും നിയന്ത്രണത്തിൽ വരുന്നതല്ല ക്രിപ്റ്റോ കറൻസികൾ. അതേസമയം ഡിജിറ്റൽ രൂപ RBIയുടെ നിയന്ത്രണത്തിലാണ്. ക്രിപ്റ്റോ കറൻസിയുടെ അപകട സാധ്യതകൾ ഡിജിറ്റൽ രൂപയിൽ ഉണ്ടാവുകയില്ല. ക്രിപ്റ്റോ കറൻസി പോലെ ഡിജിറ്റൽ രൂപ ഖനനം ചെയ്യാൻ സാധിക്കില്ല. രാജ്യം നോട്ടടിക്കുന്നത് പോലെ അടിച്ചു വിതരണം ചെയ്യുന്നതല്ല ബിറ്റ്കോയിൻ അടക്കമുള്ള ക്രിപ്റ്റോ കറൻസികൾ. ഇവ കമ്പ്യൂട്ടറുകളിലൂടെ ഖനനം ചെയ്തെടുക്കുകയാണ്. എന്നാൽ ഡിജിറ്റൽ രൂപ RBI ഇഷ്യൂ ചെയ്യുന്നതും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ്. ഇടനിലക്കാരില്ലാതെ വിദേശത്തും കറൻസി കൈമാറ്റം സാധ്യമാകുന്നതാണ്. വാലറ്റുകളിൽ നിന്ന് വാലറ്റുകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്യാം. KYC പോലുള്ള രേഖകളെല്ലാം ഇതിൽ കൃത്യമായിരിക്കും. അതിനാൽ ആർക്ക് എപ്പോൾ എത്ര പണം കൈമാറ്റം ചെയ്തുവെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഓരോ രാജ്യത്തെയും സെൻട്രൽ ബാങ്കുകൾക്ക് ഇവയുടെ മേൽ കൃത്യ നിയന്ത്രണം ഉണ്ടാകും. വാണിജ്യ ബാങ്കുകളിൽ തിരിച്ചറിയൽ രേഖകൾ നൽകിയാൽ മാത്രമേ ഈ റുപ്പി ലഭിക്കുകയുള്ളൂ. ആരുടെ കയ്യിൽ എത്ര ഈ റുപ്പി ഉണ്ടെന്നും വലിയ ഇടപാടുകൾ വന്നതും പോയതും എവിടേക്കെന്നും രേഖപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. എന്നാൽ ചെറിയ ഇടപാടുകളുടെ വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കില്ല. ഇപ്പോഴത്തെ കറൻസി നോട്ടുകൾ പോലെ പ്രത്യേകം നമ്പറോടുകൂടി 500, 200, 100, 50 തുടങ്ങിയ മൂല്യത്തിലുള്ള ഡിജിറ്റൽ ടോക്കൺ ആയിരിക്കും ഈ റുപ്പി. RBIയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് 1 രൂപയുടെ പോലും നഷ്ടമുണ്ടാകില്ല. മാത്രമല്ല, ഗൂഗിൾ പേ പോലുള്ള UPI ആപ്പുകൾ വഴി ഇന്ത്യയിലും ചില വിദേശ രാജ്യങ്ങളിൽ പോലും തൽക്ഷണം ഇടപാടുകൾ നടത്താവുന്നതാണ്. നിലവിൽ ഇടപാടുകളുടെ സ്വകാര്യത സൂക്ഷിക്കുവാൻ കറൻസി നോട്ടുകൾ തന്നെ ഉപയോഗിക്കണം. കറൻസി നോട്ടുകൾ കൊണ്ട് നടക്കാതെ തന്നെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ, ഈ പരിധി എത്രയെന്ന് രേഖയിൽ പറയുന്നില്ല, വരുന്ന ഇടപാടുകൾക്ക് സ്വകാര്യത നൽകാൻ ഈ റുപ്പിക്ക് കഴിയും. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ആൻജിയോഗ്രാം നടത്തണം. ആശുപത്രിയിൽ പണമടച്ചത് അക്കൗണ്ടിൽ വരാനും പാടില്ല. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇതിന് വേണ്ട തുക ഈ റുപ്പി ആക്കി മാറ്റാം. ആശുപത്രിയിൽ ഈ റുപ്പിയായി പണമടയ്ക്കാം. ഇവിടെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് തന്നെ കറൻസി നോട്ടുകളുടെ സ്വകാര്യത ലഭിക്കുന്നു. ഇങ്ങനെ വരുമ്പോൾ കറൻസി നോട്ടുകളുടെ ആവശ്യം ഗണ്യമായി കുറയും. ഈ റുപ്പിയുടെ ഒരു ലക്ഷ്യം കറൻസി നോട്ടുകൾ കൈകാര്യം ചെയ്യാനുള്ള ചെലവ് കുറയ്ക്കുക എന്നതാണ്. എന്നാൽ നിശ്ചിത പരിധിയിൽ കൂടിയ ഇടപാടുകൾക്ക് സ്വകാര്യത ഉണ്ടായിരിക്കില്ല. രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിന് ഈ റുപ്പി വലിയ രീതിയിൽ സഹായിച്ചേക്കാം. ഉദാഹരണത്തിന്, വിദേശ രാജ്യത്തെ ഒരു കയറ്റുമതിക്കാരന് വില ഇന്ത്യൻ രൂപയായി നൽകണമെങ്കിൽ ഇന്ത്യയിലെ ഒരു വാണിജ്യ ബാങ്കിൽ അവരുടെ അക്കൗണ്ട് ഉണ്ടാകണം. ഈ അക്കൗണ്ടിലുള്ള പണം സൂക്ഷിക്കേണ്ടതും തിരിച്ചു കൊടുക്കേണ്ടതും ഇന്ത്യൻ വാണിജ്യ ബാങ്കിൻ്റെ ബാധ്യതയാണ്.
എന്നാൽ ഇതേ പണം ഈ റുപ്പി അക്കൗണ്ടിൽ സൂക്ഷിക്കുമ്പോൾ അത് റിസർവ് ബാങ്കിൻ്റെ ബാധ്യതയാണ്. ഒരു വിദേശ കയറ്റുമതിക്കാരന് ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളെക്കാൾ വിശ്വാസം ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായ RBI ആയിരിക്കില്ലേ? ഈ റുപ്പി ഇന്ത്യയിലെ ലീഗൽ ടെൻഡർ അഥവാ ഔദ്യോഗിക കറൻസി ആയിരിക്കുമെന്ന് ആശയരേഖയിൽ പറയുന്നു. ഔദ്യോഗിക കറൻസിയിൽ ആരെങ്കിലും പണം തന്നാൽ സ്വീകർത്താവിന് നിരസിക്കുവാൻ സാധ്യമല്ല. കറൻസി നോട്ടുകൾക്ക് കാലാവധിയില്ല. എന്നാൽ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗശൂന്യമാകുന്ന കറൻസി CBDC വഴി സൃഷ്ടിക്കാം. സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യം നിലനിൽക്കുമ്പോൾ ഉത്തേജനം സൃഷ്ടിക്കാൻ ഇതുവഴി കഴിയും. പ്രോഗ്രാം ചെയ്യാവുന്ന കറൻസിയുടെ ഒരു ഉദാഹരണമാണിത്. ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോ അല്ലെങ്കിൽ സ്വകാര്യ കറൻസികളിൽ നിക്ഷേപിച്ചവരെ ആകർഷിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. ക്രിപ്റ്റോ കറൻസി നിക്ഷേപകർ മുഖ്യമായും ലാഭേച്ഛയുള്ള ഊഹക്കച്ചവടക്കാരാണ്. മാത്രമല്ല, നിയമവിധേയമല്ലാത്ത ഇടപാടുകൾക്കുള്ള പലവിധ നിരോധനങ്ങളും നിയന്ത്രണങ്ങളും മറികടക്കാനുള്ള ക്രിപ്റ്റോ കറൻസികളുടെ കഴിവാണ് മറ്റൊരാകർഷണം. ഈ രണ്ട് കാര്യങ്ങളും CBDC വഴി സാധ്യമല്ല. സാമ്പത്തിക ഉൾക്കൊള്ളൽ, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ആണ് ഈ റുപ്പിയുടെ മറ്റൊരു ലക്ഷ്യം. ഏറ്റവും കുറഞ്ഞ ചെലവിൽ ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക, അതാണ് സാമ്പത്തിക ഉൾക്കൊള്ളൽ. നിലവിൽ ബാങ്ക് സേവനങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള ആളുകൾക്കും പ്രദേശങ്ങളിലും ഈ സേവനങ്ങൾ എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും സാമ്പത്തിക ഉൾക്കൊള്ളൽ എന്ന് വിളിക്കാം. കറൻസി നോട്ടുകൾക്ക് പലിശ ലഭിക്കില്ല. എന്നാൽ CBDC പലിശ രഹിത മാത്രമല്ല, പലിശയോട് കൂടിയും വേണമെങ്കിൽ പുറത്തിറക്കാം. എന്നാൽ ആശയരേഖയിൽ RBI വ്യക്തമായി പറയുന്നുണ്ട്, പലിശ രഹിത ഈ റുപ്പി മാത്രമേ പുറത്തിറക്കുള്ളൂ എന്ന്. കാരണം CBDCക്ക് പലിശ നൽകുകയാണെങ്കിൽ നിലവിൽ ബാങ്ക് അക്കൗണ്ടിലുള്ള പണം ഈ റുപ്പിയിലേക്ക് വരാം. അത് ബാങ്കുകളുടെ വായ്പാ വിതരണത്തെ പ്രതികൂലമായി ബാധിക്കും. സമ്പദ് വ്യവസ്ഥയിലെ വായ്പാ ലഭ്യത കുറയ്ക്കും. വാണിജ്യ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന റഫറിയാണ് കേന്ദ്ര ബാങ്ക്. ആ കേന്ദ്ര ബാങ്ക് തന്നെ വാണിജ്യ ബാങ്കുകളുടെ ചില സേവനങ്ങൾ ചെയ്തു തുടങ്ങുന്നത് ശരിയല്ലെന്നും പല സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ക്രിപ്റ്റോ കറൻസികളുടെ വരവും സ്വീകാര്യതയുമാണ് കേന്ദ്ര ബാങ്കുകളെ ഡിജിറ്റൽ കറൻസിയെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ വർഷം ജൂണിൽ ഉണ്ടായ തകർച്ചയ്ക്ക് ശേഷം ക്രിപ്റ്റോ കറൻസികളുടെ സ്വീകാര്യതയിൽ വലിയ ഇടിവാണ് സംഭവിച്ചത്. മാത്രമല്ല, ക്രിപ്റ്റോ കറൻസിക്ക് പുറകിലുള്ള സാമ്പത്തിക ശാസ്ത്രവും അതീവ ദുർബലമാണ്. അഥവാ ദുർബലനായ ഒരെതിരാളിയെയാണ് കേന്ദ്ര ബാങ്കുകളെ പോലും ഉണർത്തിയത്. അതുപോലെ CBDCയുടെ വരവ് പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനും പുതിയ സേവനങ്ങൾ നൽകുന്നതിനും വാണിജ്യ ബാങ്കുകളെ പ്രേരിക്കും. അങ്ങനെയെങ്കിൽ അതുതന്നെ ഈ റുപ്പിയുടെ വലിയ നേട്ടവുമായിരിക്കും. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.